തോറ്റുപോയി എന്ന് കരുതുന്നവരാണോ നിങ്ങൾ? ഫസ്റ്റ് ഫേസിലെ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച പോലെ മാർക്കോ കാര്യങ്ങളോ ഇല്ലാതെ ആ ഒരു റിസൾട്ടിൽ സ്റ്റക്കായി നിൽക്കുകയാണോ നിങ്ങൾ? എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 8 മാസത്തോളം കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ച് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും കുത്തിയിരുന്ന് പഠിച്ച് എല്ലാം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവസാനം എല്ലാം വെറുതെ ആയിപ്പോയി എന്നുള്ളൊരു തോന്നലിൽ ഇനിയെല്ലാം വിട്ടെറിഞ്ഞ് എനിക്കിനി കഴിയുന്നില്ല, എനിക്കിനി പറ്റുന്നില്ല എന്നുള്ള തോന്നലോടെ വീട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിലേക്കോ നിങ്ങൾ മൂവ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെയാണോ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ നിങ്ങളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്? അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന നിങ്ങളോട് എനിക്കൊരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ലോകത്ത് സക്സസ്ഫുൾ ആയിരിക്കുന്ന ഒരാൾ പോലും ഒരു പരാജയവും നേരിടാതെയാണോ അങ്ങോട്ട് ഡയറക്റ്റ് എത്തിയെന്നാണോ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത്? ഒരിക്കലും നമ്മൾ പറയുന്ന പോലെ തന്നെ ഫ്രം ഡയറക്റ്റ്, അതായത് ഒരിക്കലും ഒരു ഡയറക്റ്റ് പാത്ത് നമ്മുടെ മുന്നിലില്ല. അതായത് എപ്പോഴും സ്ട്രഗിളിങ് നമ്മുടെ മുന്നിലുണ്ടാവും. എല്ലാ കാര്യത്തിലേക്കും നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ കൂടി ഡയറക്റ്റ് ഒരു എൻട്രി നമുക്കില്ല. സ്ട്രഗിളിങ്ങിലൂടെയാണ് നമുക്ക് വഴി ഉണ്ടാവുക. എപ്പോഴും നമ്മൾ ഒരൊറ്റ അടിക്ക് തന്നെ നമ്മൾ സക്സസ്സിലേക്ക് എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഫെയിലിയർ നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയുണ്ടാവും. സോ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് തരാണ്, എവർ ട്രൈഡ് എവർ ഫെയിൽ, നോ മാറ്റർ ട്രൈ അഗെയിൻ ഫെയിൽ അഗെയിൻ എന്നുള്ളൊരു കോട്ട് ഞാൻ പലപ്പോഴും വായിക്കാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികളോട് പറയാറുണ്ട്. സോ ട്രൈ ചെയ്യുക, ഫെയിലിംഗ് സംഭവിക്കും, പിന്നെയും ട്രൈ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എനിക്കിപ്പോൾ മുന്നോട് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം നായകൻ ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട്, തോറ്റുകൊണ്ടല്ലേ ഞാൻ തുടങ്ങിയിരിക്കുന്നത്. തോൽക്കുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്നയാളാണ് ഞാൻ തോൽവി എന്നല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ തളർന്നിട്ടില്ല. ഞാൻ ഒരുപാട് തോറ്റിട്ടുണ്ട്, പക്ഷെ തളർന്നിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമ ഭയങ്കര ഫെയിലിയറിലേക്ക് മൂവ് ചെയ്തത് അത് മനസ്സിലാക്കി അദ്ദേഹം അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് അധ്വാനിച്ച് ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടറായി അദ്ദേഹം മാറി. സോ അങ്ങനെ മാറാൻ വേണ്ടി അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമാണ്, തോറ്റുകൊണ്ടല്ലേ ഞാൻ തുടങ്ങിയത്. സോ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ വേറെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. നമ്മുടെ ജെ.കെ. റൗളിംഗ്, ഹാരി പോട്ടറിൻ്റെ സ്റ്റോറി എഴുതിയ ആൾ, അവരുടെ കഥയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. സോ എവ്രി വൺ, എല്ലാവരും സ്ട്രഗിളിങ്ങിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് മക്കളെ, അവരവരെ സക്സസ്സിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സാമിൽ ഫസ്റ്റ് ഫേസിൽ നിങ്ങളെ പെർഫോമൻസ് ചിലപ്പം എന്തുകൊണ്ടും അല്പം മാറി മറിഞ്ഞതാ. അതായത് ചിലപ്പോൾ ഫേസിലുണ്ടാവുന്ന ഷിഫ്റ്റിലുണ്ടാവുന്ന ചേഞ്ച് ആയേക്കാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത പേപ്പർ ആയിരിക്കാം ചിലപ്പോൾ വൺ ഓഫ് ദ ടഫ് ആയേക്കാം. ചിലപ്പോൾ ആ ഒരു ടഫ്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്താലോ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റാതെയോ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ റാങ്കിനെ ഡിഫൈൻ ചെയ്ത് വന്നിട്ടുണ്ടാവുക. സോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ നമുക്ക് മുന്നിൽ ഒരൊറ്റ ഫേസ് എക്സാം കൂടി നമ്മുടെ മുന്നിലില്ലേ. 8 മാസം നമ്മൾ പഠിച്ചാലടാ, ആ 8 മാസം ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ മാത്സും നന്നായിട്ട് നമ്മൾ പഠിച്ചാലടാ. സോ ആ ഒരു പഠിത്തം ഒന്നും കൂടി ഒന്ന് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഉറക്കമില്ലാതെ എന്ന് ഞാൻ പറയുന്നില്ല, ഉറങ്ങണം, എന്നാൽ കൂടി അതിന് വേണ്ടിയിട്ട് ഉറക്കം ഒഴിച്ചുകൊണ്ടുള്ള ആഗ്രഹത്തിലേക്ക് നിങ്ങൾ റെഡി ആവുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒന്നും കൂടി ഒന്ന് നിങ്ങൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഈ ഫേസ് 1 എക്സാം എങ്ങനെയാണ് വന്നതെന്നുള്ള ധാരണ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറായിട്ടിരിക്കുകയാണോ? ഒരിക്കലും പാടില്ല. വിട്ട് കളയാതെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കൂടെ. സോ എപ്പോഴും നിങ്ങൾ പറയേണ്ട, അല്ലെങ്കിൽ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമാണ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. അതായത് നിങ്ങളെ തന്നെ വിശ്വസിക്കണം. എന്നെക്കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞായിരിക്കണം നമ്മൾ സക്സസ്സിലേക്ക് എത്തേണ്ടത്. സോ ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവണം. വിട്ട് എറിയാനുള്ളതല്ല, അത് പിടിച്ചെടുക്കാനാണ് നമ്മുടെ ലൈഫ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നിങ്ങളെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനാണുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു ഓൾ ഓഫ് യു മൈ ജീനിയസ് കമ്മ്യൂണിറ്റി.